ഹലോ, നമ്മൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇത് ഞാൻ നേരത്തെ ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു. നമ്മൾ വെട്ടിക്കവല മഹാക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായത്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. അങ്ങനെ നമ്മൾ വെട്ടിക്കവല മഹാക്ഷേത്രം അവിടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചെങ്ങമനാടെത്തി. ഇനി വെട്ടിക്കവല വളരെ അടുത്താണ്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിത് അവിടെ എത്തി, ഇനി അകത്തേക്ക് കയറിയാൽ മതി. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. അങ്ങനെ അകത്തേക്ക് കയറുകയാണ്. ഇത് 2 ക്ഷേത്രങ്ങളാണ്. വെട്ടിക്കവല മഹാക്ഷേത്രങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ചെല്ലുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്, പിന്നെ മഹാദേവ ക്ഷേത്രമുണ്ട്. അപ്പം ഇത് 2ആയിട്ട്, അതായത് താഴെ ഇരിക്കുന്നത് കീഴൂട്ട് ദേവസ്വം എന്നും മുകളിൽ മേലൂട്ട് ദേവസ്വം എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. എനിക്കല്ലാതെ വലിയ കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത് മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കുളമുണ്ട്, അമ്പലക്കുളമുണ്ട്. അപ്പം നമുക്ക് ആദ്യം അറിയത്തില്ല, നമ്മളിത് കേട്ട് നമ്മൾ ആദ്യമായിട്ട് വരുവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെയാണ് വാതുക്കൽ ഞാലിക്കുഞ്ഞ് എന്ന് പറയുന്നൊരു വിശിഷ്ടമായൊരു പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം അവിടെ നിന്നാണ് പറഞ്ഞത് മഹാദേവ ക്ഷേത്രം മേളിലുണ്ട്, അവിടെയാണ് ഈ വാതുക്കൽ ഞാലിക്കുഞ്ഞിൻ്റെ പ്രതിഷ്ഠ ഉള്ളതെന്ന്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ആണ് ഈ മഹാദേവ ക്ഷേത്രം. അതിൻ്റെ സൈഡിലായിട്ട് കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ കുറേ സ്റ്റെപ്പുണ്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് കയറാൻ. അങ്ങനെ ഞാൻ ധ്രുക്കുട്ടനെ കൊണ്ട് കയറുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പം നമ്മുടെ ധ്രുക്കുട്ടൻ മൊട്ടക്കുട്ടനാണ്. പളനിയിലൊക്കെ പോയി മൊട്ടയടിച്ച് ഇതിനകത്ത് അവന് മുടിയൊക്കെ ഉണ്ട്. അപ്പം ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്, എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പെങ്കിലും ഉള്ളതാണിത്. അങ്ങനെ ഞങ്ങൾ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ക്ഷേത്രമാണ്. ആദ്യം ഞങ്ങൾ പുറത്തെല്ലാം തൊഴുതിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ പോകുന്നത് വാതുക്കൽ ഞാലിക്കുഞ്ഞിൻ്റെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്ന ഒരു അപ്പൂപ്പൻകാവെന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ തൊഴുകാൻ പോയത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിൽ മറ്റ് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്, ഭൂതത്താൻ്റെയും അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ തൊഴുതു. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം കണ്ടപ്പോൾ ഞാൻ അവനെയും കൊണ്ട് വെറുതെ നടന്നിറങ്ങിയതാണ്. നല്ല രസമാണ്, നല്ല കാറ്റൊക്കെയാണ്. അപ്പം അവനാണെങ്കിൽ ഫുൾ ടൈം നടക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും അവൻ സമ്മതിക്കില്ല, അവനങ്ങ് നടക്കണം. അപ്പോൾ അവിടെ ഈ വാതുക്കൽ ഞാലിക്കുഞ്ഞിന് കൊടുക്കുന്ന ഒരു നേർച്ച പോലെ, നേർച്ചയെന്നല്ല, അവിടെ വരുന്നവരെല്ലാം ഈ കരിവള വാങ്ങി വെക്കാറാണ് പതിവ്. അങ്ങനെ നമ്മളും കരിവള വാങ്ങി വെച്ചു. ആദ്യം ഞാൻ തൊഴുതിട്ടിറങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആൻറ്റിയാണ് പറഞ്ഞത്, ആദ്യമായിട്ട് വരികയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അവർ പറഞ്ഞു അവിടെ കരിവള വാങ്ങി വെച്ചിട്ട് പോവും. അങ്ങനെ പിന്നെ ഞാൻ 2ാമത് ഇറങ്ങി വന്നിട്ട് പിന്നെ കരിവള വാങ്ങിയതാണ്. അപ്പോൾ ഈ ജീവിയെ ആർക്കെങ്കിലും അറിയാവോ? ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ചുമ്മാ വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം തൊഴുതിട്ട് തിരിച്ചിറങ്ങി. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാതെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി. നല്ല കിടിലം മന്തിയായിരുന്നു. മന്തി ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.